മിഴികൾ പൂട്ടി ചെറിയ ചിരിയോടെ മൂളിക്കൊണ്ട് കിടക്കുന്ന കണ്ടപ്പോൾ നന്ദൻ ചിരിയോടെ എഴുന്നേറ്റു. സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട്. മുണ്ട് മുറുക്കിയെടുത്ത് നേരെ അടുക്കളയിൽ പോയി 2 ഗ്ലാസ് കട്ടൻ തിളയ്ക്കാൻ വെച്ചു. മുഖം കഴുകി ചായ എടുത്ത് ഉമ്മറത്തേക്ക് വന്നിരിക്കുമ്പോൾ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെ കണ്ട് നന്ദൻ ചാടി എഴുന്നേറ്റു. ദർശനും മാലിനിയും. നന്ദൻ അകത്തേക്ക് കയറണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. ദർശനും മാലിനിയും തന്നെ കണ്ട സ്ഥിതിക്ക് ഇനി അകത്തേക്ക് പോവാൻ കഴിയില്ല. നന്ദ, വാ, കയറിയിരിക്കെ. നന്ദൻ ഉമ്മറത്തെ ചെയർ നീക്കി വെച്ചു. ദേവു എവിടെ? മാലിനി കസേര വലിച്ചിട്ടിരിക്കുമ്പോൾ അകത്തേക്ക് നോക്കി. ദേവു എഴുന്നേറ്റിട്ടില്ല, നന്ദൻ പറഞ്ഞു. ദർശനും മാലിനിയും പരസ്പരം നോക്കി. ഞാൻ വിളിക്കാം. നന്ദൻ അവരെ ഒന്ന് നോക്കി അകത്തേക്ക് കയറി. കണ്ടോ അമ്മേ, സമയം 11 ആവാറായി. ഇത്ര നേരം അവള് വീട്ടിൽ കിടന്നിട്ടുണ്ടോ? ദർശൻ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. ദേവു, നന്ദൻ അവളെ കുലുക്കി വിളിച്ചു. കുറച്ചു നേരം കൂടി നന്ദേട്ട. ദേവു ചിണുങ്ങി. ദേ, പുറത്ത് നിന്റെ അമ്മയും ഏട്ടനും വന്നു നിൽക്കുന്നു. ദേവു കണ്ണുകൾ മിഴിച്ചെഴുന്നേറ്റിരുന്നു. അമ്മയോ? ആ, നീ വന്നേ. അയ്യേ, ഞാൻ കുളിക്കാതെ എങ്ങനെയാ? സാരമില്ല, മുഖം കഴുകി വായോ. പിന്നെ കഴുത്തിൽ ഷോൾ എന്തെങ്കിലും ഇട്ടോ? നന്ദൻ വേഗം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഷോളോ? എന്തിന്? ദേവു ഒരു കോളർ നെക്ക് ചുരിദാർ എടുത്തിട്ട് മുടി ചീകി ഒതുക്കി വെച്ചു. അടുക്കളയിൽ പോയി മുഖം കഴുകി ചായ വെച്ചു. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നന്ദൻ വീണ്ടും അടുത്തേക്ക് വന്നു. ഞാൻ ഈ ചായ. നീ പോയേ, ചായ ഞാൻ കൊണ്ടുവരാം. അവൾ കുറേ നേരമായി വന്നിട്ട്. നന്ദൻ അവളെ നിർബന്ധിച്ച് ഉമ്മറത്തേക്ക് വിട്ടു. മാലിനി മകളെ കണ്ടതും ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഇതാണോ ദേവു നീ എഴുന്നേറ്റ് വരുന്ന നേരം? മാലിനി പറഞ്ഞു. അതിനെന്താ? ദേവു ഉമ്മറത്തെ തിണ്ണയിലേക്ക് ഇരുന്നു. അയ്യേ, നീ കുളിച്ചില്ലേ? ഞാൻ ഇപ്പോഴേ എഴുന്നേറ്റ്. അപ്പോഴേക്കും കുളിക്കാൻ പറ്റുമോ? ദേവു പറഞ്ഞു. അയ്യേ, നിന്നെ ഇങ്ങനെയാണോ ദേവു ഞാൻ പഠിപ്പിച്ചേ? ഇപ്പോൾ നന്ദൻ വിചാരിക്കില്ലേ ഞാൻ നിന്നെ മോശമായി വളർത്തിയെന്ന്? മാലിനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. അതിൻ്റെ കൂടെ ദേവുവിൻ്റെ ഒരു കൂസലില്ലായ്മ. ചായ. നന്ദൻ 2 ഗ്ലാസ്സിൽ കൊണ്ടുവന്ന ചായ ദർശനും മാലിനിക്കും കൊടുത്തു. നന്ദനാണോ ചായ ഉണ്ടാക്കി? മാലിനി ചോദിച്ചു. ആ, അതിനെന്താ? നന്ദൻ വേഗത്തിലിട്ട് ഷർട്ട് നേരെ ഇട്ടു. മാലിനി വീണ്ടും ദേവുവിനെ ചികഞ്ഞൊന്ന് നോക്കി. എന്നും ദേവു അല്ലേ ഉണ്ടാക്കുന്നേ, അതുകൊണ്ട് അവൾക്കൊരു ലീവ്, നന്ദൻ പറഞ്ഞു. ദേവു അപ്പോഴും ചെറിയ പുഞ്ചിരിയോടെ അമ്മയെ നോക്കിയിരിക്കുന്നുണ്ട്. അതല്ല നന്ദ, ഈ ആണുങ്ങളെ കൊണ്ട് വീട്ടിലെ പണിയൊക്കെ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ? അതിനെന്താ? പെണ്ണുങ്ങൾക്ക് മാത്രമാണോ അടുക്കള? അവിടെ ആണുങ്ങൾക്ക് കയറാം, ഭക്ഷണം ഉണ്ടാക്കാം. നന്ദൻ കട്ടിളപ്പടിയിലേക്ക് ചാരി നിന്നു. മാലിനി ഒന്നും പറയാതെ ദേവുവിനെ നോക്കി. ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന മട്ടിൽ അവൾ അമ്മയെ നോക്കി. ഇവൾ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, നേരത്തെ എഴുന്നേൽക്കും. മാലിനി ചിരിക്കാൻ ശ്രമിച്ചു. ആ, ഇവിടെയും പുലർച്ചെ എഴുന്നേൽക്കും. എല്ലാ ജോലിയും ചെയ്തു വെച്ചിട്ടാ കോളേജിൽ പോകുന്നേ, നന്ദൻ പറഞ്ഞു. ആ, നന്ദേട്ടനും എഴുന്നേൽക്കും. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച കുക്കിംഗ്. ദർശൻ കണ്ണു മിഴിച്ച് നന്ദനെ നോക്കുമ്പോൾ അവിടെ ചെറിയ പുഞ്ചിരിയോടെ ദേവുവിനെ നോക്കി നിൽക്കുന്നു. അമ്മ എന്താ വന്നേ? ഓ, അത് വെറുതെ കുട വാങ്ങട്ടെ എന്ന് പറഞ്ഞ് നിന്നെ കാണാൻ വേണ്ടി, മാലിനി പറഞ്ഞു. അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ വരണ്ട അമ്മേ. അച്ഛന് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ സമ്മതിച്ചു തരാൻ ഒരു ബുദ്ധിമുട്ട്. പോടാ ചെക്ക. മാലിനി ചായ ഗ്ലാസ് തിണ്ണയിലേക്ക് വെച്ച് എഴുന്നേറ്റു. ഇറങ്ങട്ടെ? നന്ദൻ ചിരിച്ചു. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മാലിനി ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചു. ദേവു പുരുകമുയർത്തി. നന്ദൻ നിന്നെ നല്ലപോലെ നോക്കുന്നുണ്ടോ? ദർശനോടൊപ്പം ചിരിച്ചു വർത്തമാനം പറയുന്ന നന്ദനെ നോക്കി മെല്ലെ ചോദിക്കുമ്പോൾ അവൻ കേൾക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. അമ്മ വന്നിട്ട് 10 മിനിറ്റ് ആയി കാണൂ. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? മാലിനി ഒന്ന് ചിരിച്ചു. നന്ദനായതുകൊണ്ട് നിന്റെ ഭാഗ്യം. സത്യമായിട്ടും എന്നെ കാണാൻ വന്നതാണോ? പിന്നല്ലാതെ. ഇന്നലെ മഴ നനഞ്ഞു വന്നിട്ട് സമാധാനം വേണ്ടേ? അച്ഛന് ഒരു അയവൊക്കെ വന്നിട്ടുണ്ട്. ഓഹോ, നന്നായി. ഇറങ്ങാം അമ്മേ. ആ, ശരിയെന്നാ നന്ദ, മാലിനി പറഞ്ഞു. നന്ദൻ ചിരിയോടെ തലയാട്ടി. ദർശന്റെ ബൈക്കിൽ കയറി കഴിഞ്ഞ് മാലിനി അവളെ ഒന്നുകൂടെ നോക്കി. വേലിൽ പിടിച്ച് നോക്കി നിൽക്കുന്നുണ്ട് പെണ്ണ്. കോലം കണ്ടേച്ചാലും മതി. എന്തിനു ഷോളൊക്കെ ഇടാൻ പറഞ്ഞ് ദേവു നന്ദൻ നേരെ തിരിഞ്ഞു. അത് പിന്നെ നന്ദൻ നിന്ന് പരിങ്ങി. ദേവി നെറ്റി ചുളുക്കി. നിന്റെ കഴുത്തിലൊക്കെ പാട്. നന്ദൻ മുഖം താഴ്ത്തി. പാടോ? ദേവു തന്റെ കഴുത്തിലേക്ക് നോക്കി. കാണാൻ കഴിയുന്നില്ല. അത് ഇന്നലെ രാത്രി. നന്ദൻ പാതി നിർത്തി. ദേവു കഴുത്തിലെ നോട്ടം നിർത്തി. ചുവന്ന മുഖത്തോടെ അകത്തേക്ക് കയറുമ്പോൾ നാണത്തോടുകൂടി പുഞ്ചിരി ഉണ്ടായിരുന്നു. നന്ദനും ചിരി വന്നു. ദേവു വേഗം തോർത്തെടുത്ത് കുളിക്കാൻ കയറി. നന്ദേട്ടനെ ഫേസ് ചെയ്യാൻ കഴിയില്ല. എവിടെയൊക്കെയോ ഒരു നാണം. ദേവു ബാത്റൂമിലെ ഡോറിൽ തട്ട്. എന്താ? ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയേച്ചും വരാം. ഫ്രണ്ട് ഡോർ പുറത്തു നിന്ന് പൂട്ടാവേ. കണ്ടോ? നാരായണൻ ചോദിച്ചു. കണ്ടോ? നാരായണൻ ബൈക്കിൻ്റെ ചാവിയെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. ദർശനും മാലിനിയും പരസ്പരം നോക്കി.
അമ്മ തന്നെ പറഞ്ഞു. ചാവി കിറക്കി അവൻ അകത്തേക്ക് കയറി. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവിടെ? ഉം, ആർക്ക്? നമ്മുടെ മോൾക്ക് ആണേലില്ല. പക്ഷെ മരുമോന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ നേരമായിട്ടും മോള് എഴുന്നേറ്റിട്ടില്ല. നന്ദന ഞങ്ങൾക്ക് ചായ വെച്ചു തന്നത്. അവനോ? എല്ലാ ജോലിയും ദേവുവിനെ സഹായിക്കും. അവൾക്കവിടെ സന്തോഷമല്ലേ? നാരായണൻ ചോദിച്ചു. അവിടെയാണ് അവൾക്ക് സന്തോഷം. എന്തൊക്കെ സൗകര്യമുണ്ടായിട്ടും ഇവിടെ പോലും ഞാൻ അവളെ അത്ര സന്തോഷത്തിൽ കണ്ടിട്ടില്ല. മാലിനി ഒന്ന് നെടുവീർപ്പിട്ട് അകത്തേക്ക് കയറി. നാരായണൻ ചിന്തയോടെ ബൈക്ക് സ്റ്റാർട്ടാക്കി. കവലിൽ പോയിട്ട് വേണം അമ്പലത്തിൽ പോവാൻ. ദർശൻ ഇന്നിനി ബീഫ് വാങ്ങാനും പോയില്ല. നാരായണൻ ബീഫ് വാങ്ങാൻ ബൈക്ക് നിർത്തുമ്പോൾ തൊട്ടപ്പുറത്തെ ചായക്കടയിൽ നന്ദനും ഉണ്ടായിരുന്നു. ഭക്ഷണം വാങ്ങി കാശ് കൊടുത്തു കഴിഞ്ഞ് ബീഫ് വാങ്ങാമെന്ന് കരുതി അങ്ങോട്ട് കയറിയതാണ്. നാരായണനെ കണ്ടതും അങ്ങോട്ട് കയറാനും തിരികെ ഇറങ്ങാനും കഴിയാതെ നിന്നു. നന്ദന എത്രയാ? വർഗീസേട്ടൻ കെട്ടിവെച്ച പോത്തിൻകാലിൽ നിന്ന് കുറച്ച് മുറിച്ചെടുത്തു. ഒന്നു മതി. നന്ദൻ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു. ബീഫ് വാങ്ങി പൈസ കൊടുത്ത് നാരായണൻ തിരിഞ്ഞു പോലും നോക്കാതെ അവൻ ബൈക്കിൽ കയറി. പോകുന്ന വഴിയിൽ ദിനേശിന്റെ വീട്ടിൽ ഒന്ന് കയറി. പ്രതീക്ഷിച്ച പോലെ അവിടെ കണ്ണനുമുണ്ട്. ബൈക്കിൽ നിന്ന് കവറുകൾ എടുക്കാതെ ഇറങ്ങി. നീ എപ്പോ എത്തി? ദിനേശ് എഴുന്നേറ്റിരുന്നു. ഞാൻ ദേ വന്നേയുള്ളൂ. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? ഏയ്, ഇത് മാറും. ചെറിയൊരു വേദന. നീ എപ്പോ വന്നടാ? നന്ദൻ കണ്ണനെ നോക്കി. കുറച്ചു നേരമായി. നന്ദൻ എഴുന്നേറ്റ് ദിനേശിന്റെ മുറിവിൽ തൊട്ടു നോക്കി. ഇപ്പോൾ വേദന ഉണ്ടോടാ? ഉണ്ടടാ. നന്ദൻ പിന്നെയും നെറ്റിയെ തൊട്ടു നോക്കി. ആ സമയത്താണ് സ്നേഹ കയറി വന്നത്. നന്ദൻ ദിനേശിനെ ചെരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ പാതി നെഞ്ചും കഴുത്തിലെ കറുത്ത ചരടും പ്രത്യക്ഷമായി. കൂടെ കഴുത്തിലെ ചുവന്ന പാടുകളും. ഇതെന്താ നന്ദേട്ടാ? കണ്ണൻ ആ പാടുകളിൽ തൊട്ടുനോക്കി. എന്ത്? നന്ദൻ ചോദിച്ചു. എന്താടാ നോക്കട്ടെ. ദിനേശും അവനെ എതിരിരുത്തി. ദിനേശ് ആ പാടുകൾ കൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടാ? ഏയ്, ഒന്നുമില്ല. ഉണ്ട് നന്ദേട്ടാ, എന്തോ കടിച്ച പോലെ. പഴുതാരയാണോ അതോ തേളു പൂച്ചയതോ? കണ്ണൻ ചോദിച്ചു. എവിടെ? നന്ദന് ടെൻഷനായി. തേളും പഴുതാരയും ഒന്നുമല്ല. പിന്നെ? കണ്ണനും നന്ദനും അവനെ ഒരുമിച്ച് നോക്കി. പറഞ്ഞാൽ നീ തല്ലോ? എന്തിന്? നീ പറ. മനുഷ്യനെ വെറുതെ ടെൻഷനാക്കാതെ, നന്ദൻ പറഞ്ഞു. ദേവിക. നന്ദൻ പെട്ടെന്ന് ഞെട്ടിയെങ്കിലും ആ മുഖം ഒന്ന് തിളങ്ങി. ഒന്ന് പോടാ. നന്ദൻ വേഗം എഴുന്നേറ്റ് ഷർട്ട് നേരെയിട്ടു. അവന്റെ നാണം കണ്ട് ദിനേശും കണ്ണനും പൊട്ടിച്ചിരിച്ചു. സ്നേഹിയും ആ ചിരിയിൽ പങ്കുകൊണ്ടു. ഞാൻ പോവാ. അവൾ ഒറ്റയ്ക്കാ, നന്ദൻ പറഞ്ഞു. ദിനേശ് ആക്കി മൂളിയതും നന്ദൻ അവിടെ നിൽക്കാതെ വേഗം ഇറങ്ങി. ബൈക്കിൽ കയറി. ആളൊഴിഞ്ഞ ഇടം കണ്ടപ്പോൾ നന്ദൻ കഴുത്തിലെ ഷർട്ട് മാറ്റി നോക്കി. ശരിയാണ്, ദേവു അവിടെ ചുണ്ടുകൾ കൊണ്ട് എന്തോ ചെയ്തിരുന്നു. അപ്പോൾ അത് നൊന്തെങ്കിലും തന്നിലൊരു സുഖം വന്നിരുന്നു. അവളുടെ ദേഹത്തും അതുപോലെ താൻ നുകർന്ന പാടുകളല്ലേ? നന്ദൻ ഓരോന്നോർത്ത് ബൈക്ക് സ്റ്റാർട്ടാക്കി. കണ്ണനും യാത്ര പറഞ്ഞു പോയപ്പോൾ സ്നേഹ മരുന്ന് കൊടുക്കാൻ ദിനേശിന്റെ അടുത്തേക്ക് ചെന്നു. നന്ദനും വൈകാതെ അച്ഛനാവും. അവനൊന്ന് നെടുവീർപ്പിട്ടു. സ്നേഹ അത് കേൾക്കാത്ത പോലെ അവന് മരുന്ന് നീട്ടി. എനിക്കൊക്കെ എന്നാണാവോ അവൻ്റെയൊക്കെ യോഗം? സ്നേഹ കണ്ണു നിറച്ച് മുറിയിൽ നിന്നിറങ്ങി. അവൾക്ക് വല്ലാത്ത ഹൃദയഭാരം തോന്നി. വർഷം 3 ആവാറായി. ഇപ്പോഴും താൻ തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചിട്ടില്ല. ഇപ്പോഴും മനസ്സ് നന്ദേട്ടൻ്റെ പുറകെയാണ്. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും അങ്ങനെ തന്നെ. ഇന്നാ കഴുത്തിലെ പാടുകൾ കണ്ടപ്പോൾ എന്തിനാ മനസ്സ് പതറിയത്? സ്നേഹിച്ചു വിവാഹം കഴിച്ചാൽ ശരീരം പരസ്പരം പങ്കുവയ്ക്കും. അതൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ നന്ദേട്ടനും ദേവും. സ്നേഹ കണ്ണുകൾ അമർത്തി തുടച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ മങ്ങിയ മുഖത്തോടെ ഫോണും നോക്കിയിരിക്കുന്നവനെ കണ്ടപ്പോൾ സങ്കടം തോന്നി. ഇന്ന് രാത്രിയെങ്കിലും നല്ലൊരു ഭാര്യയാവണം എല്ലാ അർത്ഥത്തിലും. സ്നേഹ ഉറപ്പോടെ മുഖം തുടച്ചു. നന്ദൻ ബൈക്ക് ഓഫ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഉമ്മറത്തെ വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. ചെറിയൊരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി. ഹാളിലൊന്നും ആളില്ല. അടുക്കളയിൽ തിരിഞ്ഞു നിന്ന് എന്തോ പണിയിലാണ് ദേവു. നന്ദൻ കയ്യിലുള്ള കവർ സ്ലാബിലേക്ക് വെച്ചു. ദേവു അവനെ തലതിരിച്ചു നോക്കി. കുളിയൊക്കെ കഴിഞ്ഞ് നെറ്റി സിന്ദൂരം തൊട്ട് നല്ല സുന്ദരിയായി നിൽക്കുന്നുണ്ട്. എപ്പോഴുമുള്ള പുഞ്ചിരി കുറച്ച് നാണത്തോടെ ആ ചുണ്ടിൽ തത്തിക്കളിക്കുന്നുണ്ട്. കഴിക്കാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫും. നന്ദൻ അവളെ നോക്കി സ്ലാബിലേക്ക് ചാരി നിന്നു. ദേവു ചായ പകർത്തി അവന് നീട്ടി. നന്ദൻ ചായ വാങ്ങി കുടിക്കുന്നതിനൊപ്പം ദേവിനെ തന്നെ നോക്കി. അവൻ്റെ നോട്ടം അറിയുന്നുണ്ടെങ്കിലും ദേവു ശ്രദ്ധിക്കാൻ പോയില്ല. ഇന്നലത്തെയൊക്കെ ഓർമ്മ വരുന്നു. വാങ്ങിയ ഫുഡ് പ്ലേറ്റിലേക്ക് പകർത്തി ടേബിളിലേക്ക് കൊണ്ടുവച്ചു. ചെറിയ പുഞ്ചിരിയോടെ നന്ദനും വന്നിരുന്നു. ഇന്ന് ബീഫ് ഞാൻ വയ്ക്കാട്ടോ. ദോശ മുറിച്ച് വയ്ക്കുമ്പോൾ നന്ദൻ്റെ പറച്ചിൽ കേട്ട് ദേവു മുഖമുയർത്തി. അമ്മ വയ്ക്കുന്ന പോലെ വെച്ചു തരാം, നന്ദൻ പറഞ്ഞു. ദേവു ചിരിച്ചു. എന്തോ മുഖത്തേക്ക് 2 സെക്കൻഡിൽ കൂടുതൽ നോക്കാൻ കഴിയുന്നില്ല. എന്തോ പോലെ വല്ലാത്ത നാണം തോന്നുന്നു. പക്ഷെ നന്ദൻ പുഞ്ചിരിയോടെ സംസാരിക്കുന്നുണ്ട്. നിന്റെ അച്ഛനെ ഞാൻ കണ്ടു. എവിടെ? ബീഫ് വാങ്ങാൻ പോയപ്പോൾ അവിടെ നിൽക്കുന്നു. എന്നിട്ടെന്താ? മിണ്ടിയില്ലേ? എന്തിന്? നിന്റെ അമ്പലം വിഴുങ്ങി തന്തയോട് എൻ്റെ പട്ടി മിണ്ടും.
അതെന്താ? മുഖത്തെ നാണം എങ്ങോട്ടോ പോയി. അതങ്ങനെയാ. നന്ദൻ കഴിച്ച് എഴുന്നേറ്റു. ദേവു മുഖം വീർപ്പിച്ചിരുന്നു. കഴിച്ചു കഴിഞ്ഞ് അവൻ ബീഫ് കഴിയുന്ന കണ്ട് ദേവ് ചോറിന് വെള്ളം വെച്ചു. നന്ദൻ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ദേവ് മൂളിക്കൊണ്ട് മറുപടി കൊടുക്കുന്ന കണ്ട് അവന് ദേഷ്യം വന്നു തുടങ്ങി. പെണ്ണിനെ തന്തയെ പറഞ്ഞപ്പോൾ പൊള്ളി. മൈൻഡ് പോലും ചെയ്യുന്നില്ല യക്ഷി. അവൻ ബീഫ് വെക്കുന്ന നേരം ദേവ് രസം വെച്ചു. നന്ദൻ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അവളുടെ മുഖം വീർത്തു തന്നെ ഇരിക്കുന്നുണ്ട്. മുണ്ടുമാറ്റി അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ നോക്കാതെ മറികടന്നു പോകുന്നവളെ നന്ദൻ പിടിച്ചു നിർത്തി. ഡീ പെണ്ണെ, നിനക്കെന്താ? എന്തിനാ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരിക്കണേ? എനിക്കൊന്നുമില്ല. അവൻ്റെ കൈവിടുവിച്ച് മുറിയിലേക്ക് ചെന്നു. ഒന്ന് നിശ്വസിച്ച് നന്ദൻ പുറകെയും. നന്ദൻ മുറിയിൽ വരുമ്പോൾ ദേവു കിടക്കുന്നുണ്ട്. നന്ദൻ അരികിലേക്ക് ഇരുന്നു. ദേവു. ദേവൂട്ടി. എന്താ? ആ വിളിയിൽ എന്തോ അവൾക്ക് സന്തോഷം തോന്നി. നിന്റെ അച്ഛൻ ശരിയല്ലടി, എന്നെ തെരുവയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഏ? ദേവു എഴുന്നേറ്റിരുന്നു. സത്യം. തന്തയില്ലാത്തവൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ അവൻ്റെ മുഖം കുനിഞ്ഞു പോയിരുന്നു. ദേവുവിന് എന്തോ സങ്കടം തോന്നി. ആ ഇരിപ്പ് കണ്ടിട്ട് സഹിച്ചില്ല. ഞാനിതൊന്നും അറിഞ്ഞില്ല നന്ദേട്ട. അവൻ്റെ കൈക്ക് മേലെ തൻ്റെ വലം കൈ അമർത്തി. സാരമില്ല. അന്ന് വേലയ്ക്ക് തുപ്പിയപ്പോൾ അറിയാതെ നിന്റെ മേലെ ആയതാ. എനിക്ക് ശരിക്കും സങ്കടം തോന്നി. പിന്നെ സുനിയ പറഞ്ഞ് നാരായണൻ്റെ മോളാണെന്ന്. അപ്പോൾ തന്നെ എനിക്ക് സന്തോഷം തോന്നി. ദേവു കണ്ണും വീഴ്ച്ചു. എന്തിന്? നന്ദൻ ചമ്മലോടെ മുഖമുയർത്തി. നിന്റെ മേലെ ആയാൽ നിന്റെ അച്ഛൻ്റെ മേലെ ആയ പോലെയല്ലേ? നന്ദനൊരു കണ്ണി ചിമ്മി. ഭാവിയെ. അവൻ ഉറക്കെ ചിരിച്ചു. ദേവുവിനും ചിരി വന്നു. അച്ഛനെ വെറുക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. പണ്ട് മുതലേ അച്ഛന് നന്ദേട്ടനോട് നല്ല വെറുപ്പായിരുന്നു. എന്തിനാണെന്ന് ഇപ്പോഴും അറിയില്ല. നന്ദേട്ടനോട് മാത്രമല്ല, ഒരുവിധം പാവപ്പെട്ട ആളുകളോടൊക്കെ. ഞാനെന്നൊരു അഹംഭാവം അച്ഛൻ എന്നും കൊണ്ടു നടന്നിരുന്നു. അതിൻ്റെ ഫലമായി തന്നെയാണ് അച്ഛൻ ഏറ്റവും വെറുക്കുന്ന ആള് തന്നെ മോളെ കെട്ടിയത്. നീ എന്തിനാ ചിരിക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ല. നന്ദൻ്റെ സ്വരത്തിൽ ഒരു നീട്ടൽ. ഒന്നുമില്ല. ദേവു ആ നോട്ടത്തിൽ മുഖം കുനിച്ചു. നുണച്ചി. ഒന്നുമില്ലെന്നോ? എന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ ചിലതൊക്കെ കണ്ടല്ലോ. നന്ദൻ മേൽച്ചുണ്ട് മീശയോടൊപ്പം കടിച്ചു. ചി. നന്ദനെ തല്ലി ദേവു എഴുന്നേൽക്കാൻ നോക്കി. എന്നാൽ ആ നിമിഷം നന്ദൻ അവളെ വലിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തിയിരുന്നു. ദേവു വിറയലോടെ മുഖം താഴ്ത്തി. നന്ദൻ അവളുടെ കഴുത്തിൽ മണത്തു. ഈ സോപ്പ് ഏതാ? നന്ദൻ്റെ സ്വരം നീർത്തുപോയി. മെഡിമിക്സ്. ദേവു അവൻ്റെ തോളിൽ വിരലുകൾ അമർത്തി. എന്താ മണം? നിന്നെ കടിക്കാൻ തോന്നുന്നു. അവളുടെ പിൻകഴുത്തിലേക്ക് മൂക്കിൻ തുമ്പ് മുട്ടിച്ചു. തോർത്തിൽ കെട്ടിവെച്ച തലമുടി ഒന്നാകെ അഴിഞ്ഞു വീണു. ദേവു വിറച്ചുപോയി. ശരീരത്തിൻ്റെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നു. ദേവുവിൻ്റെ പിൻകഴുത്തിൽ നിന്ന് അവളുടെ ചെവിയിലേക്ക് ചുണ്ടുകൾ അരിച്ചിറങ്ങി. ഇളകിയാടുന്ന ചിമിക്കയോടൊപ്പം അവളുടെ കാതും അവൻ്റെ വായ്ക്കുള്ളിലായി. കാതിൽ നാവുകൊണ്ട് തഴുകുമ്പോൾ ദേവു ഒന്ന് ഏങ്ങി. നന്ദൻ്റെ കൈത്തണ്ടമേൽ അവളുടെ വിരലുകൾ കോർത്തു. ദേവി ചുണ്ടുകൾ പിളർത്തിയേങ്ങുമ്പോൾ നന്ദൻ അവളുടെ കാതിനുള്ളിലേക്ക് നാവ് കടത്തി. നന്ദേട്ട. വിറയലോടെയുള്ള സ്വരം പുറത്തേക്ക് വന്നതും നന്ദൻ മെല്ലെ പിൻവാങ്ങി. ദേവി ഇപ്പോഴും കണ്ണുകൾ അടച്ച് കിതയ്ക്കുന്നുണ്ട്. വിടർന്ന ചുണ്ടുകളിൽ തൻ്റെ കൈകൊണ്ട് മെല്ലെ തഴുകി. റോസ് നിറത്തിലുള്ള ചുണ്ടുകൾ. നന്ദൻ്റെ ഏറ്റവും വലിയ ബലഹീനത ഇത് തന്നെയാണ്. അവളുടെ താടിയിൽ പിടിച്ച് ചുണ്ടുകൾ അമർത്തി ചുംബിച്ച് നുകരാൻ തുടങ്ങി. നന്ദൻ്റെ ചുണ്ടുകൾ കവർന്ന അവളുടെ ദളങ്ങൾ വീണ്ടും ചുവന്നു. തലേന്ന് നുകർന്ന ഓരോ നണുവിലും നന്ദൻ ചുംബനത്തോടൊപ്പം ഉമിനീർ കലർത്തി. ഫാനിൻ്റെ കാറ്റിൽ അവൻ്റെ ഉമിനീർ കലർന്ന ഭാഗങ്ങൾ ദേവുവിന് തണുപ്പ് തോന്നി. തൻ്റെ സ്പർശനം കൊണ്ട് വിവശയാവുന്നവളുടെ ഓരോ ഭാവങ്ങളും അവൻ ആസ്വദിച്ചു. കഴിക്കണ്ടേ? ദേവു കൈ ഉയർത്തി അതിലേക്ക് തല കയറ്റി വെച്ചു. ചേ. ദേവു മുഖം താഴ്ത്തി. നന്ദൻ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ദേവു. ദേവൂട്ടി. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാടി. അവളെ നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു. എനിക്കും. ദേവു അവൻ്റെ നെഞ്ചിൽ ചുണ്ടുകൾ അമർത്തി. നന്ദൻ്റെ അമ്മയുടെ കൈപ്പുണ്യം അവനും കിട്ടിയിട്ടുണ്ടെന്ന് ബീഫ് കഴിച്ചപ്പോൾ തന്നെ ദേവുവിന് മനസ്സിലായി. അമ്മ നല്ല കുക്കായിരിക്കണം, അല്ലെങ്കിൽ മകന് ഇത്ര നന്നായി വയ്ക്കാൻ അറിയില്ല. നാളെ ആശാൻ്റെ വീട്ടിൽ വിരുന്നുണ്ട് എല്ലാവർക്കും. നന്ദനെ ഉരുളയാക്കി ചവയ്ക്കുമ്പോൾ പറഞ്ഞു. ദേവു അവനെ ചിരിയോടെ നോക്കി. നന്ദൻ പുഞ്ചിരിയോടെ പുരികമുയർത്തി. നീ ഇങ്ങനെ നോക്കല്ലേ ദേവു. ദേവു നാണത്തോടെ ചോറ് വായിലേക്ക് വെച്ചു. നാളെ ഉച്ചയ്ക്കാ. നമുക്കിത്തിരി നേരത്തെ പോവണം. ഉച്ചമയക്കത്തിന് കിടന്നതാണ്. എന്നിട്ട് ഉറക്കം വരാതെ ദിനേശ് ഫോണിൽ നോക്കിയിരിക്കുമ്പോഴാണ് നന്ദൻ്റെ വാട്സപ്പ് DP മാറിയത്. ദിനേശ് അതെടുത്ത് നോക്കി. കാർത്തിക വിളക്ക് ദിവസം എടുത്തതാണ്. രണ്ടാളെയും കാണാൻ എന്ത് ഭംഗിയാ. കണ്ണെടുക്കാൻ തോന്നില്ല. നല്ല ഭംഗിയുണ്ടല്ലേ? പുറത്തോട് ചേർന്ന് സ്നേഹയുടെ നിശ്വാസം വന്നപ്പോൾ ദിനേശ് ഞെട്ടലോടെ തിരിഞ്ഞു. അവൾ അടുത്ത് കിടക്കുന്നതിൻ്റെ കിതപ്പിൽ അവനൊന്ന് മൂളി. സ്നേഹം ഉറങ്ങിയില്ലേ? ദിനേശ് അവൾക്കെതിരെ കിടന്നു. ഉറങ്ങിക്കോ. എഴുന്നേൽക്കാറായില്ലേ? ഇനി എന്തിനാ ഉറങ്ങുന്നേ?
ദിനേശ് സമയം നോക്കി. ശരിയാണ്, 3 മണി കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറുണ്ടല്ലോ. സ്നേഹ മുഖം താഴ്ത്തി ഒന്നുകൂടി ദിനേശിനോട് ചേർന്ന് കിടന്നു. അവനൊന്ന് വിറച്ചു. വേഗം അവളിൽ നിന്ന് നീങ്ങിക്കിടന്നു. സ്നേഹ അതിനനുസരിച്ച് അവനോട് ചേർന്ന് കിടന്നു. സ്നേഹ, ഇങ്ങനെ കിടക്കണ്ട. ചിലപ്പോൾ ഞാനും ഒരു മനുഷ്യനാടോ. ചോരയും നീരും വികാരങ്ങളും വിചാരങ്ങളും എല്ലാമുള്ള മനുഷ്യൻ. എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞിട്ട് അന്നത്തെ പോലെ ഇരുന്ന് കരയരുത്. ദിനേശ് ഗൗരവത്തോടെ പറഞ്ഞതും സ്നേഹ ഒന്നുകൂടെ അവനിലേക്ക് ചേർന്നു. ഞാനും ഒരു മനുഷ്യൻ തന്നെയാ, സ്നേഹ പറഞ്ഞു. ദിനേശ് അവളെ ഒന്ന് നോക്കി. വേണ്ട, എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ പിണങ്ങി വീട്ടിൽ പോവും. എന്തിനാ വെറുതെ? എന്നാൽ പെട്ടെന്ന് ദിനേശിന്റെ വയറിലൂടെ സ്നേഹയുടെ കൈ വന്നപ്പോൾ അവൻ ഉമിനീരിറക്കി. വിശ്വാസം വരാതെ തിരിഞ്ഞു കിടന്നു. നാണത്തോടെ മുഖം താഴ്ത്തി പിടിച്ചവളുടെ താടി പിടിച്ച് മുഖമുയർത്തി. അവളുടെ പുഞ്ചിരി തന്നെ മതിയായിരുന്നു സ്നേഹയുടെ മനസ്സറിയുവാൻ. 3 വർഷത്തെ കാത്തിരിപ്പ് വളരെ ശക്തമായിരുന്നു. സ്നേഹയുടെ ശരീരത്തിൽ അതിൻ്റെ അടയാളവും അവൻ കൊത്തിവെച്ചു. എത്ര വർഷത്തെ കാത്തിരിപ്പാണെന്നറിയോ? അവളുടെ നെറ്റിൽ ചുംബിച്ചുകൊണ്ട് ഒന്നുകൂടെ ചേർത്തി പിടിക്കുമ്പോൾ ശബ്ദം ഇടറിപ്പോയിരുന്നു. സ്നേഹയുടെ മനസാക്ഷി നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന പോലെ തോന്നി. കണ്ണീരോടെ അവൻ്റെ നെഞ്ചിൽ ചുംബിച്ച് വിതമ്പലോടെ അവനിലേക്ക് ചേർന്ന് കിടന്നു. ഓഹോ, അപ്പോൾ അച്ഛനോട് പ്രതികാരം തീർക്കാൻ വേണ്ടി എന്നെ കെട്ടിയതാണല്ലേ? ഒരു സംഗമത്തിന് ശേഷം ദേവു കിറവോടെ തിരിഞ്ഞു കിടന്നു. ഡി, നന്ദൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്തി. അങ്ങേരോടുള്ള ദേഷ്യം എങ്ങനെയടി നിന്നോട്? നിന്റെ മുഖം കാണുമ്പോൾ ദേഷ്യമൊന്നുമല്ല, ഇഷ്ടമാ തോന്നുന്നേ. നന്ദൻ അവളുടെ കഴുത്തിലൂതി. ഓഹോ. നന്ദൻ അവളെ ഇക്കിളിയാക്കി. ദേവു ഉറക്കി ചിരിച്ചു.